ഹലോ വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ഹെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ പത്തോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ബ്ലഡ് സെൽസിനെ കുറിച്ച് പഠിച്ചു. ബ്ലഡ് സെൽസിൽ തന്നെ ടോട്ടൽ കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നോക്കിയത്. ഈ ടോട്ടൽ കൗണ്ടിൽ തന്നെ ടോട്ടൽ RBC കൗണ്ട്, ടോട്ടൽ WBC കൗണ്ട്, ടോട്ടൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ടോട്ടൽ AEC കൗണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗണ്ട്സ് ഉണ്ട്. അതിൽ RBC കൗണ്ട്, WBC കൗണ്ട്, AEC അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് എന്ന് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാനും ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എങ്ങനെ WBC കൗണ്ട് അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്, ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എക്സ്പെരിമെൻറ്റ് നമ്പർ 9, ടോട്ടൽ WBC കൗണ്ട്. എയിം ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് ഇൻ എ ഗിവൺ സാമ്പിൾ. നമുക്കറിയാം ല്യൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ WBCs ആണ്. ഈ WBCസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫെൻസ് മെക്കാനിസം, രോഗപ്രതിരോധ ശക്തിയെ നിലനിർത്തുക എന്നുള്ളതാണ്. അതുപോലെ ഇതിലെ നോർമൽ വാല്യൂ വരുന്നത് 4000 to 11,000 ആണ്. 4000 മുതൽ 11,000 വരെയാണ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൗണ്ട് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ബ്ലഡ് സാമ്പിളിൽ നിന്ന് ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ടിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ദ ബ്ലഡ് ഈസ് ഡയലൂട്ടഡ് വിത്ത് WBC ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ചാർജ്ഡ് ആൻഡ് കൗണ്ട് അണ്ടർ ദ ലോ പവർ ഒബ്ജക്റ്റീവ്. നമുക്ക് തന്നിരിക്കുന്ന ബ്ലഡിനെ WBC ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് വച്ച് ഡൈല്യൂട്ട് ചെയ്യുക. ബ്ലഡും ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക, അതായത് മിക്സ് ചെയ്യുക. എന്നിട്ട് ചാർജ് ചെയ്യുക. എന്നിട്ട് ലോ പവർ ഒബ്ജക്റ്റീവിൽ കൗണ്ട് ചെയ്യുക. ലോ പവർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. കണ്ടൻസറിനെ മാക്സിമം ലോവറിങ് ആക്കുക, ഐറിസ് ഡയഫ്രത്തിനെ ഹാഫ് റൈസ്ഡ് ആക്കുക. അതുപോലെ കോൺകേവ് മിറർ യൂസ് ചെയ്യാം. 10x പവറിൽ നോക്കുന്നതിനെയാണ് നമ്മൾ ലോ പവർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡും ഡൈലൂട്ടിങ് ഫ്ലൂയിഡും കൂടെ ഒരു നിശ്ചിത വോളിയം ഉണ്ട്. ഇതിൽ മിക്സ് ചെയ്തിട്ട് WBC പിപ്പറ്റ് വെച്ചിട്ട് ഇതിനെ കൗണ്ടിങ് ചാമ്പറിലേക്ക് ചാർജ് ചെയ്തതിന് ശേഷം ലോ പവർ ഒബ്ജക്റ്റീവിലൂടെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ദ ടോട്ടൽ നമ്പർ ഓഫ് WBC is per cubic millimeter of undiluted blood can be calculated. ഇങ്ങനെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ടോട്ടൽ WBC തിട്ടപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇതിനെ നമുക്ക് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് അൺഡൈലൂട്ടഡ് ബ്ലഡ് എന്ന് പറഞ്ഞ് റിസൾട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ബ്ലഡും ഡൈലൂട്ടിങ് ഫ്ലൂയിഡും കൂടെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം കൗണ്ടിങ് ചാമ്പറിൽ ചാർജ് ചെയ്യുക. ഇതിന് ശേഷം ലോ പവർ ഒബ്ജക്റ്റീവിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. എന്നിട്ട് WBCസിനെ കൗണ്ട് ചെയ്യുക. എന്നിട്ട് മില്ലിമീറ്റർ ഓഫ് അൺഡൈലൂട്ടഡ് ബ്ലഡിൽ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റിക്വയർമെൻറ്റ്സ്. ഇതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, WBC പിപ്പറ്റ്. ആദ്യം വേണ്ടത് നമുക്ക് WBC പിപ്പറ്റാണ്. നമ്മൾ ടോട്ടൽ കൗണ്ട് പഠിച്ചപ്പോൾ RBC പിപ്പറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്, WBC പിപ്പറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പഠിച്ചു. അതിലെ WBC പിപ്പറ്റാണ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചാമ്പർ വിത്ത് കവർ ഗ്ലാസ്. ഈ കവർ ഗ്ലാസ് കൗണ്ടിങ് ചാമ്പറിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചു. ഈ കൗണ്ടിങ് ചാമ്പർ നമുക്കിതിനായിട്ട് ആവശ്യമുണ്ട്. ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചാമ്പറാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡൈലൂട്ടിങ് ഫ്ലൂയിഡ്. അടുത്തതായിട്ട് നമ്മൾ ഡൈലൂട്ടിങ് ഫ്ലൂയിഡാണ് എടുക്കുന്നത്. ദെൻ ബ്ലഡ് സാമ്പിൾ. ഓക്കെ, ബ്ലഡ് സാമ്പിൾ കഴിഞ്ഞാൽ പിന്നെ ഡൈലൂട്ടിങ് ഫ്ലൂയിഡ്, WBC ഡൈലൂട്ടിങ് ഫ്ലൂയിഡ്, അതായത് തേർക്സ് ഫ്ലൂയിഡാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഈ തേർക്സ് ഫ്ലൂയിഡിലെ കോമൺ ഇൻഗ്രീഡിയൻസ് ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് 2 ml ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിൻ്റെ ഫങ്ഷൻ ലൈസിസ് ഓഫ് RBC.
ഇത് RBCകളെയൊക്കെ ലൈസിസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നമുക്ക് WBCസിനെ തന്നെ എടുത്ത് കാണിച്ച് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ സെക്കൻഡ് വൺ ഡിസ്റ്റിൽഡ് വാട്ടർ 100 ml. ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് മേക്കപ്പ് ചെയ്യുക. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ 100 ml വേണം. ദെൻ തേർഡ് വൺ മെർക്കുറി ക്ലോറൈഡ് 0.1 gram. മെർക്കുറി ക്ലോറൈഡാണ് അടുത്തതായിട്ട് വേണ്ടത്. ഇത് പ്രഷർ വേരിയേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് വൺ ജെൻഷൻ വയലറ്റ്. ഇതതിന് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡിന് കളർ കൊടുക്കുന്ന ഏജൻറ്റ് കൂടിയാണ് ജെൻഷൻ വയലറ്റ് 1 drop. ഇത് RBCനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, പ്രൊസീജിയർ. ഫസ്റ്റ് പോയിൻ്റ്, ദ ബ്ലഡ് ഡയലൂട്ടഡ് ഇൻ എ 20 by mixing 0.22 ml blood with 0.38 ml diluting fluid in bulk dilution. നമുക്ക് 2 ഡയലൂഷൻ വഴി ചെയ്യാം. ഒന്ന് പിപ്പറ്റ് ഡയലൂഷനും ഒന്ന് ബൾക്ക് ഡയലൂഷനും. ബൾക്ക് ഡയലൂഷൻ വഴി ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ബ്ലഡിനെ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡായിട്ട് മിക്സ് ചെയ്യേണ്ടത് 20 ഡയലൂഷൻ വെച്ചിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 0.22 ml ബ്ലഡിനെ 0.38 ml ഡയലൂട്ടിംഗ് ഫ്ലൂയിഡായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെയാണ് ബൾക്ക് ഡയലൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തതായിട്ട് ബ്ലഡ്, ഇനി പിപ്പറ്റ് ഡയലൂഷനാണ് പറയുന്നത്. ബ്ലഡ് അപ് ടു 0.5 മാർക്ക് ആൻഡ് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് അപ് ടു 11 മാർക്ക് ഇൻ പിപ്പറ്റ് ഡയലൂട്ടിംഗ് മെത്തേഡ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ്. ഇതിൽ ബ്ലഡ് 0.5 മാർക്ക് വരെ എടുക്കുക. WBC പിപ്പറ്റിൽ നമ്മൾ മുന്നേ പാർട്സൊക്കെ പഠിച്ചതാണ്. അതിൽ സ്റ്റെമ്മിൽ മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഇതിൽ 0.5 മാർക്ക് വരെ ബ്ലഡിനെ എടുക്കുക. ദെൻ 1 മാർക്ക് വരെ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡിനെ എടുക്കുക. എന്നിട്ട് ആ ബൾബ്, അതിനകത്തൊരു ബൾബുണ്ട്. ഈ ബൾബിൽ ഒരു ബീഡ് ഉണ്ട്, വൈറ്റ്. WBC ആയത് കാരണം വൈറ്റ് ബീഡ് ഉണ്ടായിരിക്കും. ഈ ബീഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോപ്പർ മിക്സിങ്ങിന് വേണ്ടിയിട്ടാണ്. എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനും ഡയലൂട്ടിംഗ് ഫ്ലൂയിഡും ബ്ലഡും തമ്മിൽ നന്നായിട്ട് യൂണിഫോം കോൺസെൻട്രേഷനിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബൾബ് അതിനകത്തുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ പിപ്പറ്റ് ഡയലൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് 2 മെത്തേഡിൽ ഡയലൂഷൻസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, മിക്സ് വെൽ ആൻഡ് കീപ്പ് ഫോർ ദ സെറ്റിലിംഗ് ഓഫ് ദ സെൽസ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇതിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് അതിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ സെൽസൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പോയിൻ്റ്, ദെൻ കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് പ്രസൻറ്റ് ഇൻ ദ 4 കോർണർ സ്ക്വയേഴ്സ് യൂസിങ് ലോ പവർ ഒബ്ജക്റ്റീവ്. അങ്ങനെ നമുക്ക് ലോ പവർ ഒബ്ജക്റ്റീവിലൂടെ ടോട്ടൽ WBCസിനെ കൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. 4 കോർണർ സ്ക്വയേഴ്സിലുള്ള WBCസിനെ ഒരു ബ്ലാക്ക് ഡോട്ട്സ് പോലെ ഇങ്ങനെ കാണാൻ കഴിയും നമുക്ക്. ഇതിനെ കംപ്ലീറ്റ് എണ്ണി അതാത് കോളത്തിൽ എഴുതുക. എത്ര എണ്ണം ഉണ്ടോ ലാസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ കണക്കാക്കുക. ഇതിനെ നമ്മൾ N വാല്യൂ എന്ന് പറയുന്നു. നോർമൽ വാല്യൂ 4000 to 11,000 സെൽസ് പെർ ക്യൂബിക് mm ഓഫ് ബ്ലഡ്. അതായത് നമ്മുടെ ശരീരത്തിൽ വേണ്ട WBCസിൻ്റെ അളവ്, നോർമലായിട്ടുള്ള അളവാണ് ഇവിടെ പറയുന്നത്. 4000 മുതൽ 11,000 വരെയാണ് സെൽസിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ കൂടിയാലും കുറഞ്ഞാലും പ്രോബ്ലമാണ്. WBC സെൽസാണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. രോഗപ്രതിരോധ ശക്തിയെ നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ WBC സെൽസാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഡൈലൂഷൻ ഫാക്ടർ 20. ഇതിന് ഡൈലൂഷൻ ഫാക്ടറായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞു 20 ആണ് എടുക്കുന്നത്. ദെൻ ഡെപ്ത്ത്, അതായത് നമ്മൾ കൗണ്ടിങ് ചാമ്പർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടിങ് ചാമ്പറിൻ്റെ ഡെപ്ത്താണ് അടുത്തതായിട്ട് പറയുന്നത് 10. ദെൻ നമ്പർ ഓഫ് സെൽസ് പ്രസൻറ്റ് ഓൾ WBC ഏരിയ ഈക്വൽ ടു N. എല്ലാ 4 കോർണറിലുള്ള WBCസിൻ്റെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് ഈ N എന്ന് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് സെൽസ് WBC പ്രസൻറ്റ് പെർ ക്യൂബിക് mm ഓഫ് അൺഡയലൂട്ടഡ് ബ്ലഡ് ഈക്വൽ ടു, അത് എത്ര ഉണ്ട്, എത്ര എമൗണ്ട് ഉണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണിത്. N ഇൻറ്റു ഡയലൂഷൻ ഫാക്ടർ ഇൻറ്റു ഡെപ്ത് ഫാക്ടർ ഡിവൈഡഡ് ബൈ ഏരിയ കൗണ്ടഡ്. N നമുക്കറിയാം, നമ്മൾ എണ്ണി എഴുതുന്ന അത്രയും നമ്പർ എത്രയാണോ ആ നമ്പറാണ് ഉദ്ദേശിക്കുന്നത് N. ദെൻ ഡയലൂഷൻ ഫാക്ടർ നമ്മൾ മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 20, ഡെപ്ത് ഫാക്ടർ 10,
ദെൻ ഏരിയ കൗണ്ടഡ്, എത്ര ഏരിയയാണ് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുന്നത്, 4 ഏരിയയാണ് കൗണ്ട് ചെയ്തെടുക്കുന്നത്. ഈക്വൽ ടു n ഇൻറ്റു 20 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു n ഇൻറ്റു 50. n ഇൻറ്റു 50 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ WBCസിൻ്റെ എണ്ണം കിട്ടും. ടോട്ടൽ n ഈക്വൽ ടു a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. എന്നിനെ കണ്ടുപിടിക്കാൻ വേണ്ടി, ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ABCD പ്ലസ് ചെയ്താൽ ടോട്ടൽ n കിട്ടും. ഈക്വൽ ടു n പ്ലസ് 50 cells per cubic mm ഓഫ് ബ്ലഡ്. A പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് നമുക്ക് n ഇൻറ്റു 50 ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇനി റിസൾട്ടിൽ ദ ബ്ലഡ് WBC കൗണ്ട് ഓഫ് ഗിവൺ സാമ്പിൾ ഈസ് ഡാഷ് ക്യൂബിക് mm ഓഫ് ബ്ലഡ്. നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ WBC കൗണ്ട് ഈസ് കോൾഡ് ല്യൂക്കോസൈറ്റോസിസ് ആൻഡ് ഡിക്രീസ് ഈസ് കോൾഡ് ലൂക്കോപീനിയ. ല്യൂക്കോസൈറ്റ്സിൻ്റെ എണ്ണം ബ്ലഡിൽ കൂടുന്ന അവസ്ഥയ്ക്ക് ലൂക്കോസൈറ്റോസിസ് എന്നും കുറയുന്ന അവസ്ഥയ്ക്ക് ലൂക്കോസൈറ്റോപീനിയ അല്ലെങ്കിൽ ലൂക്കോപീനിയ എന്നും പറയുന്നു. ഓക്കെ, ഇനി ഫിസിയോളജിക്കൽ ഇൻക്രീസ് ഏതൊക്കെ കണ്ടീഷനിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം. ല്യൂക്കോസൈറ്റ്സ്. ഫസ്റ്റ് വൺ, ഇൻഫാൻസ് കുഞ്ഞു കുട്ടികളാവുമ്പോൾ അവർക്ക് ടോട്ടൽ ല്യൂക്കോസൈറ്റ്സിൻ്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും. അത് 15,000 to 20,000 പെർ ക്യൂബിക് mm ഓഫ് ബ്ലഡ് വരും. ഓക്കെ, 4,000 to 11,000 എന്നുള്ളത് കൺവേർഷൻ സംഭവിക്കും. ദെൻ പ്രഗ്നൻസിയിൽ 12,000 to 15,000 വരും. ദെൻ മെൻസ്ട്രേഷനിൽ കൂടാം. ഹൈ പ്രോട്ടീൻ മീൽ, നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിച്ചാൽ കൂടാം. ഹൈ ടെമ്പറേച്ചർ, നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടാം. ദെൻ ഫിസിയോളജിക്കൽ ഡിക്രീസ്, എപ്പോഴൊക്കെയാണ് കുറയുക? ഓൾഡ് ഏജ് ആകുമ്പോൾ കുറയാം. ദെൻ സെക്കൻഡ് വൺ, ഏർലി മോർണിംഗ് കൗണ്ട് ഈസ് ഡിക്രീസ്ഡ്, അല്ല മോർണിംഗിൽ കൗണ്ട് വളരെ കുറവായിരിക്കും. ദെൻ പത്തോളജിക്കൽ ഇൻക്രീസ്, ഇതെല്ലാം ഡിസീസ് വന്ന കണ്ടീഷൻസ് ഇല്ല എങ്ങനെ കൂടാം? ഫസ്റ്റ് വൺ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഏതെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് WBCസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടും. ദെൻ ട്യൂമേഴ്സ്, ക്യാൻസേഴ്സിൽ കൂടാം. പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും പാരസൈറ്റിൻ്റെ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ WBC വോളിയവും കൂടും. ദെൻ ലുക്കീമിയയിലും കൂടാം. പത്തോളജിക്കൽ ഡിക്രീസ് എങ്ങനെയൊക്കെ കുറയാം? വൈറൽ ഇൻഫെക്ഷൻസ്, വൈറസ് ബാധിച്ചിട്ടുള്ള ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഈവൻ കൊറോണ, നമ്മുടെ WBCസിൻ്റെ വോളിയം നന്നായിട്ട് കുറയും. സെക്കൻഡ് വൺ, പ്രോട്ടോസോവൻ ഇൻഫെക്ഷൻസ്, അതിലും കുറയാം. എഗ്രാനുലോസൈറ്റോസിസ് സംഭവിക്കുമ്പോൾ കുറയാം. ദെൻ റേഡിയേഷൻ, ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് റേഡിയേഷൻ അടിക്കുമ്പോൾ നമ്മുടെ WBC സെൽസ് ക്രമാതീതമായിട്ട് കുറയുന്നു. ഓക്കെ, WBCസിൻ്റെ വാരിയസ് കേസസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.